നിന്റെ വീട്ടിൽ സന്തോഷമില്ല, സമാധാനമില്ല, ബറക്കത്തില്ല, റഹ്മത്തിന്റെ മലക്കുകളില്ല, ദുആ ഇല്ല. എന്തേ? കൂടപ്പുറപ്പുകൾ യുദ്ധമാണ്, ഇന്ത്യയും പാകിസ്ഥാനും പോലെ. അടിയ കണ്ടാടി, ഭാര്യയും ഭർത്താവും കണ്ട കീരിയും പാമ്പിനെ പോലെ കടിച്ചീറ, സമാധാനമില്ലടോ വീട്ടിൽ. അതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾ പഠിക്ക്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്തേ നമ്മുടെ വീടുകളിൽ സംഭവിച്ചത്? നമ്മുടെ വീട് നമ്മൾ നോക്കിയേ, പണ്ടൊരു വീടുണ്ടായിരുന്നു, ഒരു കുടില്, കട്ടിലില്ല, മെത്തയില്ല, AC ഇല്ല, ഫാനില്ല, വിളക്കും കത്തിച്ച് വെച്ചിട്ട് ചാള അടുക്കിയിടുന്ന പോലെ നിരന്ന് കിടക്കും, പാ വിരിച്ചിട്ട് അങ്ങോട്ട് കിടക്കും. ചിലപ്പോ പുതയ്ക്കാൻ പോലും പുതപ്പില്ലാതെ ഉടുത്ത മുണ്ട്, ഉടുത്ത മുണ്ടുടുത്തി ആ മുണ്ട് പുതച്ചിട്ട് കിടന്നവരാ നമ്മളൊക്കെ. അന്ന് ഡബിളൊന്നും ഇല്ല, ആകെ ഉള്ളത് അടുക്കളയും ഒരൊറ്റ റൂം, കാന എല്ലാം അതിനകത്ത്, തീറ്റയാണെങ്കിലും കുടിയാണെങ്കിലും നിസ്കാരാണെങ്കിലും എല്ലാം അതിനകത്ത്. പക്ഷെ ആ വീട്ടിൽ സമാധാനം ഉണ്ടോ? എന്നാൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് ഈ വെമ്പായത്ത് 2 നിലയുള്ള വീട് വെച്ചിട്ടുണ്ട്. നിന്റെ ആ കുടിലിൽ നിനക്ക് കിട്ടിയ സന്തോഷവും സമാധാനവും ഈ വീട്ടിനകത്തുണ്ടോ? ഇല്ലടോ, അതിനകത്തില്ല. എന്തുകൊണ്ട്? കാലം മാറിയത് കൊണ്ടൊന്നുമല്ല, അതിനൊരു കാരണമുണ്ട് സഹോദരിമാരെ, പഠിക്കണം. കാരണം പണ്ട് നിന്റെ ഉമ്മ മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഉളുവെടുത്തിട്ടിരിക്കും. ഉളുവെടുത്തിട്ട് അങ്ങോട്ട് ഇരുന്നിട്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഇത് മഗ്രിബിന് ബാങ്ക്. പണ്ടൊക്കെ പള്ളികളിൽ പറയായിരുന്നു, മുത്തല്ലിങ്ങൾ വരുന്ന പറയണം. ഇപ്പൊ ഒന്നുമില്ല. ഉമ്മ ഈ ദിക്ർ പറയും. മഗ്രിബ് നമസ്കാരത്തിന് ബാങ്ക് വിളിച്ചു ഉമ്മ നിസ്കരിക്കും, സുന്നത്ത് നിസ്കരിക്കും. ആ നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് ഉമ്മ അവിടെ തന്നെ ഇങ്ങനെ ഇരുന്നിട്ട് സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ മുൽക്ക്, സൂറത്തുർ റഹ്മാൻ, സൂറത്തു സജദ, സൂറത്തു യാസീൻ, ഇശാ വരെ ആ ഉമ്മ ആ നിസ്കാരപ്പായിൽ ഇരുന്നിട്ട് ഈ സൂറത്തുകൾ പാരായണം ചെയ്യുമായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇന്ന് മഗ്രിബിന് മുമ്പ് ജോലിയെല്ലാം തീർത്ത് ചായയും കടിയും എടുത്ത് കൊണ്ടുവച്ചിട്ട് ബിസ്മിയും പറഞ്ഞ് TV-യുടെ ഫ്രണ്ടിലോട്ട് അങ്ങോട്ട് ഇരിക്കും. ഏഷ്യനെറ്റ് ഇടും, മലയാള മനോരമ ഇടും, ഇങ്ങനെ സൂര്യ ഇടും, ഇങ്ങനെ നെക്കിക്കൊണ്ടിരിക്കുകയാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതാണ് ഇന്ന് നമ്മുടെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പണ്ട് നമ്മുടെ ഉമ്മ ഖുർആൻ ഓതും. മഗ്രിബ് കഴിഞ്ഞാൽ റോഡിലൂടെ നടന്നു പോകുന്നവനെ കേൾക്കാം ഖുർആൻ. റോഡിലൂടെ ഇടവഴിയിലൂടെ നടന്നു പോകുന്നവന് ഖുർആൻ ഓതുന്ന ശബ്ദം കേൾക്കാം. ഇന്ന് ഒരു മഹ്ലൂക്കിന്റെ വീട്ടിൽ പോലും അത് കേൾക്കൂല. ഇന്ന് TV-യുടെ ശബ്ദം മാത്രമേ ഉള്ളൂ. സംഗീതം, പാട്ട്, അല്ലേ, ഇതൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാ. എടോ, പണ്ടുള്ളവര് ഖുർആൻ മിണ്ടാതിരി, അവിടെ ഖുർആൻ ഓതുന്നു, അടുത്ത വീട്ടിൽ ഖുർആൻ ഓതുന്നു, ഇവിടെ കിടന്ന് ബഹളം വെക്കല്ലേ എന്ന് പറയുന്നൊരു കാലമുണ്ടായിരുന്നു നമുക്ക്. ഇന്ന് നമ്മുടെ കാലം മാറി. അപ്പൊ നീ മനസ്സിലാക്കേണ്ടത് 5 കാര്യങ്ങൾ 5 സ്ഥലങ്ങളിൽ ഇരുന്ന് കരയുന്നുണ്ട്. 5 കാര്യങ്ങൾ 5 സ്ഥലങ്ങളിൽ ഇരുന്ന് കരയും. ആ കണ്ണുനീര് നല്ലതല്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ആ 5 കാര്യങ്ങളിൽ ഒരു കാര്യം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നിന്റെ വീടിനകത്തുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നിന്റെ വീടിനകത്തുണ്ട്. ആ ഖുർആൻ ആ വീട്ടുകാര് പാരായണം ചെയ്യുന്നില്ലെങ്കിൽ ആ ഖുർആൻ ഇരുന്ന് കരയും. ഖുർആൻ വീടിനകത്ത് അലമാരിക്കകത്ത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുക, തൊടൂല. ചിലതിനകത്ത് ചെലന്തി വല വിരിപ്പുണ്ട്, ചിലതിനകത്ത് ഉറുമ്പ് കൂട് വെച്ചിട്ടുണ്ട്. ആ പരിശുദ്ധമായ ഖുർആൻ ഒന്ന് തുറക്കുകയോ നോക്കുകയോ ചുംബിക്കുകയോ അത് ചെയ്യാതെ വരുമ്പോൾ ആ ഖുർആൻ കരയും. ആ ഖുർആനിന്റെ കണ്ണുനീര് വീണ സ്ഥലം അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, റക്കബറ നമ്മളെ കാക്കുമാറാകട്ടെ. അപ്പൊ നിന്റെ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം ആ ഖുർആനിന്റെ കണ്ണുനീരാ. അത് എന്ന് നീ തുടയ്ക്കുന്നു അന്നേ നിന്റെ വീട്ടിൽ സമാധാനമുണ്ടാകൂ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. പള്ളിയുടെ അലമാരിക്കകത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് 27-ാം രാവിന്റെ അന്ന് മാത്രം ബർക്കത്തിനെടുക്കാൻ. അത് 27-ാം രാവിന്റെ അന്ന് മാത്രം എടുക്കുന്ന രീതിയിൽ അങ്ങനെ അടുക്കി വെച്ചിരിക്കുക ഖുർആൻ. അതിന് കൊടുക്കേണ്ട പല വീടുകളിലും ചെന്നാൽ